പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നുപോകുന്ന 45 കിലോമീറ്റർ ഭാഗത്ത് അപകടങ്ങൾ ഒഴിഞ്ഞ ദിവസങ്ങളില്ല. അപകട കെണികൾ നിറഞ്ഞ ഈ റോഡിനെക്കുറിച്ച് ജനം TV ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത നൽകി 24 മണിക്കൂർ പിന്നിട് മുൻപാണ് ദാരുണമായ അപകടം ഇതേ റോഡിൽ വീണ്ടും ആവർത്തിച്ചത്. ഇതേ സ്ഥലത്ത് ഒരു ദിവസം മുൻപ് ജനം TV സംഘം എത്തിയിരുന്നു. പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ അപകട പരമ്പരകളെക്കുറിച്ച് വാർത്ത ചെയ്യുവാനായിരുന്നു ഒരു ദിവസം മുമ്പ് ഞങ്ങൾ എത്തിയത്. ഈ ഭാഗങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന വിവിധ മേഖലകൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു, ദൃശ്യങ്ങൾ പകർത്തി, പ്രതികരണങ്ങൾ എടുത്തു. കഴിഞ്ഞ നാളുകളിലെ ദാരുണമായ അപകടങ്ങളുടെ CCTV ദൃശ്യങ്ങൾ വീണ്ടും കണ്ട് മനസ്സുമടുത്ത് ഇനിയൊരു അപകടം ഈ റോഡിൽ ആവർത്തിക്കരുതേ എന്ന് ആശിച്ചുകൊണ്ടായിരുന്നു ഇവിടെ നിന്നും മടങ്ങിയത്. പക്ഷേ ഇന്നത്തെ ദിവസം തുടങ്ങിയതും 4 പേരുടെ ജീവനെടുത്ത ദാരുണ അപകട വിവരം കേട്ട് മനസ്സ് മടുത്തു തന്നെ. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ വളവുകൾ നിവർത്താതെയുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഈ റോഡിലെ പ്രധാന അപകട കാരണം. അപകട സൂചനാ ബോർഡുകളും അപകട മുന്നറിയിപ്പുകളും ഈ പാതയിൽ കാര്യമായി എങ്ങുമില്ല. വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾക്ക് കാരണമായ ഇത്തരം കാര്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം, അധികൃതർ കാര്യമായ ഇടപെടലുകൾ നടത്തണം എന്ന് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പ്രതികരിച്ച നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത്. ഇന്ന് ദാരുണമായ ഈ വലിയ അപകടം നടന്നതിന് ശേഷവും നാട്ടുകാർക്ക് ഇതേ കാര്യം വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു. അപകട സൂചനാ ബോർഡുകളും അപകട സൂചനാ വിളക്കുകളും ഈ വളവുകൾ നിവർത്തി അപകട ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും അധികൃതർ സ്വീകരിക്കണമെന്ന് അവർ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇനിയും ഇത്തരം അപകടങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും രക്ഷാപ്രവർത്തകരായി മാറുന്ന ആ മനുഷ്യരുടെ അത്രയും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഇന്ന് വീണ്ടും ഈ അപകടത്തിന് ശേഷം ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത്. കാറ് ആ വാഹനത്തെ ഇടിച്ച് കയറുമായിരുന്നു. ഉറങ്ങിപ്പോയതാണെന്നാണ് പറയുന്നത്. ഒരു മലേഷ്യ പോയി ടൂർ പോയിട്ട് വന്ന് അച്ഛനും പെണ്ണിന്റെ അച്ഛനും ചെറുക്കൻ്റെ അച്ഛനും പോയി. അവർ 4 പേരുമാണ്. നല്ല സന്തോഷത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരു 15 ദിവസം ഞാൻ സന്തോഷം പങ്കിടാൻ പറ്റിയുള്ളൂ. നല്ലൊരു കുടുംബം, നല്ലൊരു കുഞ്ഞുങ്ങളും, നല്ല എന്ത് പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെ സമാധാനിപ്പിക്കണമെന്നും അറിയത്തില്ല, എന്തിന് വാക്കുകളില്ല, എന്ത് പറയണമെന്നുള്ളത്. അവർ 8 വർഷം പ്രണയിച്ച് നല്ല കുഞ്ഞുങ്ങൾ, നല്ല പള്ളിയിലും എല്ലാം ആക്റ്റീവായിരുന്നു. അവൾ അന്നേരം പള്ളി കൊയറിലും മെമ്പറും, 2 പേരും കൊയറിലും അതും എല്ലാം നല്ല കുഞ്ഞുങ്ങളായിരുന്നു. ആക്റ്റീവ് മെമ്പേഴ്സായിരുന്നു 2 പേരും. വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാൽ അവര് ജീവിച്ചോ? ഇല്ല. തുടങ്ങിയോ? ഇല്ല. 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അതെ മലേഷ്യ പോയതാ. മോൻ കാനഡ ജോലിയാണെന്നാണ് അറിഞ്ഞത്. ഇല്ല, ഞാൻ ഇപ്പൊ വരുന്ന വഴിക്കാണ് ഇത് ആക്സിഡന്റ് കണ്ടുകൊണ്ടാണ് നിന്നത്. എല്ലായ്പ്പോഴും ജനത്തിരക്കേറിയ റോഡാണിത്. സ്കൂളുകളടക്കമുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് ഈ മേഖലയിൽ ഉണ്ട് എന്നതും നെഞ്ചിടിപ്പ് കൂട്ടുന്നു. റോഡിനെ സംബന്ധിച്ച് പരാതികൾ നിരവധിയായി ഉയർന്നിട്ടും അപകടങ്ങൾ തുടർ പരമ്പരയായി മാറിയിട്ടും പരിഹാരങ്ങൾ കണ്ടെത്താൻ അധികൃതർക്ക് എന്തേ വൈമുഖ്യമെന്ന കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചോദിച്ച അതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. വരുത്തിവെക്കുന്ന വിന പോലെ ഇനിയും അപകടങ്ങൾ തുടരാൻ പാടില്ല. നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന പരാതികൾക്ക് അധികൃതർ കൃത്യമായ ഇടപെടലുകൾ നടത്തണം. വലിയ അപകടങ്ങൾ ഉണ്ടായ ശേഷമേ എന്തെങ്കിലും നടപടി സ്വീകരിക്കൂ എന്ന അനങ്ങാപ്പാറ നയം ഉത്തരവാദിത്തപ്പെട്ടവർ ഒഴിവാക്കണം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകരുത്. അപകട കെണിയായി മാറിയ ഈ റോഡിലെ അപാകതകൾ പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുകൾ അടിയന്തരമായി തന്നെ ഉണ്ടാകണം. അതിനുവേണ്ട നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണം. അപകട വളവുകൾ നിവർത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇനിയും ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള വാർത്തകൾ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിന്നും അപകട കെണിയായി മാറിയ, ചോരക്കളമായി മാറിയ, എന്നും അപകടങ്ങൾ സംഭവിക്കുന്ന, ഇന്നലെയും അപകടം സംഭവിച്ച, ഇന്നലെ പിക്കപ്പ് വാനിന് പിറകിൽ കാർ ഇടിച്ചു കയറി ഒരു അപകടമുണ്ടായി. ഇന്നലെ രാവിലെയായിരുന്നു അത്. അതിന് തൊട്ട് പിന്നാലെ 24 മണിക്കൂർ പോലും പൂർത്തിയാകും മുൻപാണ് അടുത്ത അപകടവും സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോരക്കളമായി മാറിയ ഈ റോഡിൽ നിന്നും ഇനിയും അപകട വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ, അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിന്നും ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.